ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇക്കുറി ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. ഈ കഴിഞ്ഞ നവംബർ 26 മുതൽ 30 വരെയുള്ള തീയതികളിൽ ഗംഭീരമായ അവതരണത്തിലൂടെയും മാധ്യമശ്രദ്ധയിലൂടെയും ജനങ്ങളെ ആകർഷിച്ച ഒരു പരിപാടി എന്ന നിലയിലാണ് കലോത്സവം കഴിഞ്ഞു പോയത്. എന്തായിരുന്നു കലോത്സവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ? ഇന്നത്തെ ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് ശ്രീ VK ആറ്റ്ലി. അദ്ദേഹം രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ 26 തൊട്ട് 30 വരെ കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിലെ പ്രോഗ്രാം കൺവീനറായിരുന്നു. കൂടാതെ അദ്ദേഹം KPSTA എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അടുത്തയാൾ ശ്രീ KG വിൽസൺ. അദ്ദേഹം കൂമ്പൻപാറ ഫാത്തിമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. തന്നെയുമല്ല, KPSTയുടെ അടിമാലി ഉപജില്ലാ പ്രസിഡന്റാണ്. ഈ കഴിഞ്ഞ റവന്യൂ കലോത്സവത്തിലെ പ്രോഗ്രാമിൻ്റെ ജോയിൻറ്റ് കൺവീനർ കൂടിയാണ്. 2 പേർക്കും സ്വാഗതം. താങ്ക് യു. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 26 മുതൽ 30 വരെ 4-5 ദിവസക്കാലം ഇടുക്കി ജില്ലയിലെ കലോത്സവം, പ്രത്യേകിച്ച് അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നന്നായി ആഘോഷിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലം എന്ന് മാത്രമല്ല, ഇടുക്കിയിലാകെ ഒരു കലാതരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പരിപാടിയായിരുന്നു. വളരെ ശ്രദ്ധേയമായൊരു പരിപാടിയായിരുന്നു. എന്തുകൊണ്ടാണ് അത് കഞ്ഞിക്കുഴി പോലുള്ള ഒരു സ്ഥലത്ത് നിശ്ചയിക്കാനുള്ള കാരണം? ആറ്റ്ലി സാർ. കഞ്ഞിക്കുഴി എന്ന ഇടുക്കിയിലെ ഒരു ഗ്രാമമാണെങ്കിലും ഏകദേശം ഇടുക്കി ജില്ലയുടെ ഒരു മധ്യഭാഗം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പം ആ സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ചുറുചുറുക്കായിട്ടുള്ള ഒത്തിരി അധ്യാപകരുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ കലോത്സവം വന്നാൽ നല്ലതാണെന്നുള്ളൊരു ആശയവും അതിൻ്റെ പിന്നിലുണ്ട്. അവരതിനു വേണ്ടിയിട്ട് ബാക്കി ജനപ്രതിനിധികളെ ഉൾപ്പെടെ സമീപിക്കുകയും ആ ഒരു ഹൃദയഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരു ഏറെ പരിശ്രമം ചെയ്യുകയും ചെയ്തു. സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ അടുത്ത കാലത്തായി ഏറ്റെടുക്കുന്നതിൽ ചില വിമുഖത പല സ്കൂളുകാരും ഇതുമായി വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ രേഖപ്പെടുത്താറുണ്ട്. കഞ്ഞിക്കുഴി അങ്ങനെ ഒരു വിയോജിപ്പൊന്നും രേഖപ്പെടുത്തിയതേ ഇല്ലേ? അവര് അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു സ്കൂളാണ്. അതിൻ്റെതായ ഒരു വൈബ്രൻസി ആ സ്കൂളിൽ ചെന്നപ്പോൾ കാണാനും പറ്റി. വളരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനും അതിനെ ഏറ്റവും മനോഹരമാക്കാനും ആ മാനേജ്മെന്റ് ചെയ്തത് നമ്മൾ ഇടുക്കിയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം, അതിൽ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അങ്ങനെ വിപുലമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു ഏരിയയും ഒട്ടേറെ അധ്യാപകരും ഒക്കെ ഉള്ളൊരു സ്കൂളാണത്, അല്ലേ? പലവട്ടം പ്രസംഗത്തിനായി ഞാൻ പോയിട്ടുണ്ട്, കലോത്സവങ്ങൾക്ക് മാർക്കിടാൻ അവിടെ പോയിട്ടുണ്ട്, ഉപജില്ലാ കലോത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു നാഭ്യനാളി ബന്ധം ആ സ്കൂളുമായി സൂക്ഷിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരുടെ മുഴുവൻ പേരുടെയും സഹകരണം ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയോ? അധ്യാപകരുടെ മാത്രമല്ല, PTA കമ്മിറ്റിയുടെയും ഈ കുട്ടികളുടെയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുന്നത് കുട്ടികളാണ്. അവിടുത്തെ ഈ പറഞ്ഞ SPC ലിറ്റിൽ കൈറ്റ്സ്, നമുക്ക് പ്രോഗ്രാം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരം ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഈ ഡോക്യുമെന്റേഷൻ, ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ. ഇപ്പോൾ അപ്പീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം ഈ പറഞ്ഞ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ ആണ്. അവരുടെ നാട്ടുകാരുടെ സഹായത്തെ കുറിച്ച് സാറൊന്ന് സൂചിപ്പിക്കണ്ടായോ? പൊതുവെ കഞ്ഞിക്കുടിയിലെ ആളുകൾ പ്രത്യേകിച്ച് PTA എന്ന് പറയുന്നത് നന്നായി സഹകരിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല ഫംഗ്ഷനോട് ചെല്ലുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ ഒരു? തീർച്ചയായിട്ടും അവിടുത്തെ PTA പ്രസിഡന്റ് മാത്രമല്ല, ആ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നേതൃനിരയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ 100%, അതായത് പ്രോഗ്രാം കമ്മിറ്റിയും ഏറ്റെടുക്കുന്ന സ്കൂളും ചേർന്നിട്ടാണല്ലോ ഒരു കലോത്സവത്തെ ഏറ്റവും മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും, അത് ഫണ്ട് നോക്കിയിട്ടല്ല, മറ്റൊന്നും നോക്കിയിട്ടല്ല, അവരേറ്റെടുത്ത ഒരു പരിപാടി അത് എത്രത്തോളം ഭംഗിയാക്കാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്യണം എന്നുള്ളൊരു വാശി പോലെ ആയിരുന്നു അവർക്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ 5 ദിവസത്തെ കലയുടെ അരങ്ങ്
കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നടത്തിപ്പുകാർ എന്ന നിലയിൽ പ്രോഗ്രാം കമ്മിറ്റി, അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണല്ലോ ഒരു കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മറ്റൊന്നും പ്രാധാന്യമുള്ളതല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ പോലും അതിൻ്റെ സാധാരണ നിലയിൽ ഒരു ഹൈലൈറ്റ്സ് എപ്പോഴും പ്രോഗ്രാം കമ്മിറ്റിക്കാണ്. ഈ പ്രോഗ്രാം കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർ എന്ന നിലയിൽ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? തൃപ്തിയുണ്ടോ? ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഔദ്യോഗിക അധ്യാപന ജീവിതത്തിന്റെ ഇടയിൽ ഞാൻ വഹിച്ചിട്ടുള്ളതിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ കലോത്സവത്തിന്റെ ജോയിന്റ് കൺവീനറായി എന്നുള്ളതാണ്. നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാര് നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും അത് 100% നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. പിന്നീട് അതിന്റെ പിന്നാലെ നടന്ന് അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അപ്പൊ ഞാൻ അത് 100% നന്നായി ചെയ്യുമെന്ന ഉറച്ച ബോധ്യത്തോടെ അത് തരികയും അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുകയും അതില് ഉദാഹരണമായിട്ട് നമ്മുടേതായ ആശയങ്ങൾ നമുക്ക് അവിടെ പ്രകാശിപ്പിക്കാൻ പറ്റി. വേദികൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച ഒരു പ്രതികരണം ചോദ്യങ്ങളിലേക്ക് വരാം. ഈ താരതമ്യേന ഉപജില്ലാ കലോത്സവം നടത്തുന്നതിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പമായി തീരുന്ന ഇതിൻ്റെ നടത്തിപ്പിൽ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന് കാരണം പറയുന്നത് ഒരുപക്ഷെ ഉപജില്ലയിൽ നമുക്ക് 10-67 സ്കൂളുകളുണ്ടാവും. 67 സ്കൂളുകളിൽ നിന്ന് പ്രസംഗം വന്നാൽ ഒരുപക്ഷെ ഒരു 60-65 പ്രസംഗം വരാം, അല്ലെങ്കിൽ പദ്യോച്ചാരണം വരാം. ഇത് പരിമിതമായ 7-8 സബ് ജില്ലയിൽ നിന്ന് മാത്രമാണല്ലോ വരുന്നത്. അപ്പോൾ നടത്തിപ്പ് ഒരു ഉപജില്ലാ കലോത്സവം നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജില്ലയില് നമ്മൾ സങ്കീർണമായ പ്രശ്നങ്ങൾ പലതാണ്. ഒന്ന്, ഫണ്ടിന്റെ അപര്യാപ്തത വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നത്. അത് വളരെ പരിമിതമായ ഫണ്ടാണ് ഗവൺമെന്റ് തലത്തിൽ നമുക്ക് തരിക. പിന്നീടുള്ള ഫണ്ടുകൾ നമ്മൾ അധ്യാപകരിൽ നിന്നും അഭ്യുദയകാംക്ഷികളായിട്ടുള്ള മറ്റ് ആളുകളിൽ നിന്നും നമ്മൾ കണ്ടെത്തിക്കൊണ്ടാണ് സബ് ജില്ലാ കലോത്സവങ്ങൾ നമ്മൾ നടത്തുക. പക്ഷെ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്ന സ്കൂളുകൾ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ അത് ചെയ്യും. ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഇത് നടത്താനുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഏറെക്കുറെ പൂർണ്ണമായും എന്ന് പറയാവുന്നത് പോലെ തന്നെയുള്ള ഒരു ഫണ്ട്, ഒരു വിഹിതം സർക്കാരിൽ നിന്ന് തരുന്നത് കൊണ്ട് താരതമ്യേന അത് എളുപ്പമാണ് നടത്തിപ്പിന്. പക്ഷെ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുറെ കൂടെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയകൾ ഉള്ളത് ജില്ലാ തലത്തിലാണ് എന്ന് പറയാൻ കഴിയും. സാറേ, എന്തൊക്കെയായിരുന്നു ഒരു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ആദ്യ സാർ നേരിട്ട വെല്ലുവിളികൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഈ 21-ാം തീയതിയാണ് നമ്മുടെ സബ് ജില്ലകളിൽ, അടിമാലിയിലൊക്കെ ആണെങ്കിൽ രാത്രി 2 മണിയോട് 2:30 അടുപ്പിച്ചാണ് സമാപനമൊക്കെ നടക്കുന്നത്. തൊട്ടടുത്ത ദിവസം 22-ാം തീയതി 9 മണിക്കുള്ളിൽ പാസ്വേഡ് കിട്ടണമെന്നുള്ള ഒരു പ്രീ കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ 26-ാം തീയതി പ്രോഗ്രാം നടക്കുകയുള്ളൂ എന്നൊക്കെ ശ്രദ്ധയിൽ അധികാരികളുടെ പെടുത്തിയെങ്കിലും നമുക്ക് 23-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:30 മാത്രമാണ് നമുക്ക് പാസ്വേഡ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഏതൊക്കെ ഐറ്റം ഉണ്ട്, പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ 5ഓളം ഇനങ്ങളുണ്ട്, അപ്പൊ അതുണ്ടോ, അവരുടെ ജഡ്ജസിനെ വിളിക്കണമോ, അപ്പൊ ഇങ്ങനെയുള്ളതായിരുന്നു ഒന്നാമത്തെ വെല്ലുവിളി. പക്ഷെ അത് സംഘടനയ്ക്ക് അതിൻ്റെതായ സംവിധാനങ്ങൾ വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിനാൽ എല്ലാവരുടെയും അനുഭവ സമ്പത്തുള്ള പഴയ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാ സഹായം ലഭിച്ചപ്പോഴത്തേനും അത് വളരെ നല്ല രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചു. ഒരു പ്രീ എക്സ്പീരിയൻസ്ഡ് ആയ അധ്യാപകർ സംഘടനയിൽ മികച്ച അധ്യാപകരുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒട്ടനവധി പൊട്ടൻഷ്യലുള്ള, ഇപ്പൊ 2000-ഓളം ഈ ജില്ലയിൽ തന്നെ അധ്യാപകരുള്ള ഒരു സംഘടനയാണല്ലോ. അപ്പോൾ മറ്റ് 50,000-ഓളം ഓൾ കേരള ലെവലിലുള്ള ഒരു സംഘടന എന്ന നിലയിൽ അതിൻ്റെതായ പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെ ഒരു കാരണവശാലും നമ്മൾ ഇകഴ്ത്താൻ പറ്റുന്ന രീതിയിലല്ല, അതിന് അപ്പുറമായിട്ടുള്ള ഒരു സംഘടനാ ശേഷി അതിനുണ്ട്. ഇല്ല എങ്കിൽ ഈ 3 ദിവസം 36 മണിക്കൂറിനുള്ളിൽ ഇത് ഓർഗനൈസ് ചെയ്യുക, ഈ പൂരക്കളി പോലെയുള്ള വളരെ റയർ ഐറ്റംസ്
സാറ് പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പ്. സബ് ജില്ലകളിൽ ഒരുപക്ഷെ ആ കളി പോലും കാണത്തില്ല. പക്ഷെ ജില്ലാ ലെവലില് 2 ടീമോ 3 ടീമോ ഉള്ള എങ്കിൽ പോലും നമ്മൾ കാസർഗോഡ് നിന്നൊക്കെ ഈ ആളുകളെ ഇവിടെ ജഡ്ജസായിട്ട് വരുത്തേണ്ടതായിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് ഒരു രംഗത്തും ഒരു ഐറ്റത്തിന് പോലും ഒരു ജഡ്ജിനെ വെക്കാനാവില്ലല്ലോ. ഒരുപക്ഷെ വളരെ മികച്ച ആളുകൾ ജില്ലയിൽ ഉണ്ടാവാം, പക്ഷെ അങ്ങനെ വെക്കാൻ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുവദിക്കുന്നില്ല. അപ്പോൾ എല്ലാം ജില്ലയ്ക്ക് പുറത്തുനിന്ന് കണ്ടെത്തേണ്ടി വരുന്നു. അങ്ങനെ കണ്ടെത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഭാരിച്ച ചെലവ്, വിൽസൺ സാർ സൂചിപ്പിച്ച ഈ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് ഭാരിച്ച ചെലവ്, അത് അവസാനം ഒരു കടമായി വന്നു കൂടിയോ? തീർച്ചയായിട്ടും അത് 1 ലക്ഷം രൂപയോളം അഡീഷണലായിട്ട് ഈ പ്രതിസന്ധികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എങ്കിൽ പോലും ആ പ്രതിസന്ധിയും കൂടെ ഉണ്ടായപ്പോൾ ഒരു രൂപ അടുത്ത് 1 ലക്ഷം രൂപ അടുത്ത് ഒരു ലയബിലിറ്റിയിലേക്കാണ് അത് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെയാണ് അത് പരിഹരിക്കുക? 2 രീതിയിലാണ് വന്നത്. ഒന്ന്, അക്കോമഡേഷന്റെ ഒരു പ്രശ്നം. അക്കോമഡേഷന് നമ്മൾ ഏറെ വാഴ്ത്തിയാലും ഗ്രാമത്തിൻ്റെതായ പരിമിതികളുണ്ട്. അവിടെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ, ഇപ്പൊ നമുക്ക് ചെറുതോണി തൊട്ട് എണ്ണപ്പുറം തൊടുപുഴ വരെ അക്കോമഡേഷൻ കൊടുക്കേണ്ട ജഡ്ജസിനൊക്കെ അക്കോമഡേഷൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് പാർട്ടിസിപ്പൻസിനും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും തങ്ങാൻ സ്കൂൾ തന്നെ ഉണ്ടാവാം ധാരാളം. പിന്നെ സാർ ഉദ്ദേശിക്കുന്നത് ജഡ്ജസ് ഒഫീഷ്യൽസ് ആയിട്ടുള്ളത് ഈ 2 ഇതിൽ വളരെ വലിയ പ്രതിസന്ധിയാണ്. വീടുകൾ എടുക്കണമെന്നോ റിസോർട്ടുകൾ എടുക്കണം. അവര് 2000-3000 രൂപ പറയുന്നത് ഇപ്പൊ 1000-1500 താഴെ ഒന്നും കിട്ടാനില്ലാത്ത ഒരവസ്ഥ. അത് ഏറെ ബുദ്ധിമുട്ടിച്ചു. കാരണം 105ഓളം ജഡ്ജസ് തന്നെ വരുന്ന ഒരു മേളയുടെ അതിൽ തന്നെ വളരെ ചുരുക്കം. രാത്രി 11 മണിക്കൊക്കെ കഴിയുന്നത് അന്നും അക്കോമഡേഷൻ കൊടുക്കണം. ഈ തലേദിവസം വരുന്ന 9 മണിക്ക് തുടങ്ങേണ്ടതിനാൽ തലേദിവസം അക്കോമഡേഷൻ കൊടുക്കണം. എങ്ങനെ പരിഹരിക്കുമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? ഡിഡിയുടെ തലയിൽ ഒന്നുമല്ല. അവിടുന്ന് വാസ്തവത്തിൽ 60% നമുക്ക് റിലീസ് ചെയ്തേക്കുന്നത്. നമുക്ക് 8 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്നത്. അതില് 60% 4,80,000 രൂപ മാത്രമാണ് നമ്മളിപ്പോൾ മൊബൈൽ കിട്ടിയത്. ബാക്കിയുള്ളതെല്ലാം ഫിനാൻഷ്യൽ നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മള് വീടുകളിൽ നിന്ന് പണയം വെച്ചും കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സർഗാത്മകമായി തോന്നിയത് ഈ തവണ. നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് മനോരമയിൽ വന്ന വാർത്തകളും എല്ലാം കൂടി വെച്ച് നോക്കും, മറ്റും പല പത്രങ്ങളിലും വന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചൊരു വലിയ ആശയം, അത് ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ പല നടത്തിപ്പുകാർക്കും മാതൃകയാവേണ്ടതാണ്. വേദികൾക്ക് ഇടുക്കിയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പേരിട്ടു. അത് സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ എഴുത്തുകാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ വലിയ ഒരു അംഗീകാരമായിരുന്നു അത്. അതിനെ ആ രീതിയിലാണ് കാണുന്നത്. വലിയ ആദരവായിട്ടാണ് എഴുത്തുകാർ കാണുന്നത്. കാരണം ഞാനുമായി സംസാരിച്ച ഇന്ന് നിങ്ങൾ ഇട്ട പുസ്തകങ്ങളിൽ തന്നെ 3-4 പുസ്തകങ്ങൾക്ക് ഞാൻ അവതാരിക എഴുതിയിട്ടുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾക്ക് തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ പുസ്തകം പലരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നോക്കുമ്പോൾ അതുമായി ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ എഴുത്തുകാർ ഒരുപക്ഷെ അറിയാലോ, ഈ ഇടുക്കിയിലെ എഴുത്തുകാർക്ക് വേണ്ടത്ര അംഗീകാരമോ വേണ്ടത്ര ആദരവോ ഒരു എഴുത്തുകാരെന്ന നിലയിൽ വേണ്ടത്ര അവരുടെ സർഗാത്മകതയെ അംഗീകരിക്കലോ ഒന്നുമില്ല എന്നുള്ള വാസ്തവമാണ്. ആ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അംഗീകാരം ഒരു ജില്ലാ കലോത്സവത്തിൽ വന്നത്. എങ്ങനെയാണ് ആശയം രൂപപ്പെട്ടതും അത് നിർവഹിച്ചതും? സാധാരണ കലോത്സവങ്ങൾക്ക് പേരിടുക എന്ന് പറയുമ്പോൾ അത് നവരസങ്ങളുടെ അങ്ങനെ പേരിടാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ ഇടാറുണ്ട്. നവരത്നങ്ങളുടെ പേരിടാറുണ്ട്. അതെ, ഈ തവണ അവിടെ നെടുങ്കണ്ടത്ത് രത്നങ്ങളുമായി ബന്ധപ്പെട്ട പേര്. അതെ, ഇതെല്ലാം സാധാരണ കാണുന്നത്. അപ്പൊ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചപ്പോ എന്തുകൊണ്ട് ഇടുക്കിയിലെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പില് അവരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നല്ല പേരുകൾ, അവരുടെ പുസ്തകങ്ങളുടെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളെയോ നല്ല പേരുകൾ ഇട്ടാൽ അത് കുറെ ഒരു മനോഹരമായിരിക്കുമല്ലോ, അത് അവർക്കൊരു അംഗീകാരമായിരിക്കുമല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ ഉണ്ടായി. അത് ഞങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അത് അവിടുന്ന് അംഗീകാരം കിട്ടി. അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആറ്റ്ലി സാറാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനത് ഡിസ്കസ് ചെയ്തത് നമ്മുടെ രാജാക്കാട് ഗവൺമെന്റ് സ്കൂളിലെ മലയാള അധ്യാപിക ഒരു രഹന ടീച്ചറിനുമായിട്ടാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ഡിസ്കസ് ചെയ്തു. അറിയാവുന്ന മറ്റാളുകളോട്, ടീച്ചർക്ക് പൊതുവെ സാഹിത്യത്തോട് ഏറെ താല്പര്യമുള്ള. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം മനോഹരമായ പേരുകൾ, എത്രയോ പേരുകളാണ് മനോഹരമായിട്ട് ഉള്ള പേരുകൾ നമുക്ക് കിട്ടിയെന്നറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മമാർ തടവിലാണ് എന്ന് കേരളത്തിൽ ഇപ്പോൾ ഇടുക്കിയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരി ഒരാൾ,
മിനി മീനാക്ഷി. ആ ഒരു പേര് ഒരു പക്ഷേ വരേണ്ടതാണ്, പക്ഷെ ആ ഒരു പേര് നമുക്ക് ഒരു ഇതിലിടാൻ പറ്റില്ല. അല്ല, നമ്മള് വേദികൾക്ക് പേരിടുമ്പോൾ നമ്മള് കുറെ പ്രസാദാത്മകമായ കുറെ ആളുകളുടെ വേദിയുടെ സ്വഭാവവും അവിടെ നടക്കുന്ന പ്രോഗ്രാം, നമ്മൾ നടത്തുന്ന കലോത്സവം, ഇതുമൊക്കെയായി ചേർന്ന് നിൽക്കുന്ന പ്രസാദാത്മകമായിട്ടുള്ള പേരുകൾ ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. അങ്ങനെ ഒരു മാനദണ്ഡവും കൂടി അതിനുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു മാനദണ്ഡം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മികച്ച എഴുത്തുകാരൊന്നും ഒഴിവാക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയോട് വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവരൊക്കെ ഇത് എങ്ങനെ എടുക്കുമെന്നൊരു ആശങ്കയോട് കൂടിയാണ്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ അതിന്റെ ഇത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മകളിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് അതിനുള്ള റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടിയത്? നല്ല രീതിയിലുള്ളതാണ് ആദ്യ കാലങ്ങളിൽ കിട്ടിയെങ്കിലും പിന്നീട് ഈ പേരും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ എന്റെയും കൂടെ പേര് വന്നായിരുന്നേ. പക്ഷെ ഇടുക്കിയുടെ ഒരു എന്താണ് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സാഹിത്യകാരന്മാരുണ്ട്, അവരെല്ലാം ഉൾപ്പെടുത്തി ആകെ നമുക്ക് 14 വേദികളേ ഉള്ളൂ, 8 വേദികളല്ലേ 9 വേദികളേ ഉള്ളൂ സ്റ്റേജ് ഇനങ്ങൾ. അപ്പൊ അതിൽ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ളത് ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് അത് ചാർട്ട് ഔട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് നല്ല രീതിയിൽ, കാരണം ഇനിയും ഒത്തിരി പേര് ഉൾപ്പെടുത്താനുണ്ട്. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, ആരെയും നമ്മൾ ഒഴിവാക്കുകയില്ല. ഇനി അടുത്ത ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നെക്സ്റ്റ് ടൈം എന്നുള്ള ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് അതിൽ കൊടുക്കാറുണ്ടാകും. തീർച്ചയായിട്ടും സംഘടനയെ സംബന്ധിച്ചിടത്തോളം മനഃപൂർവ്വം ഒഴിവാക്കപ്പെടുന്നതല്ല എന്നൊരു തോന്നലുണ്ടായാൽ മതി. അല്ലാതെ എല്ലാവരുടെയും പേര് ഒരേ രീതിയിൽ പരാമർശിച്ചു പോകാനോ അല്ലെങ്കിൽ അവിടെ പ്രദർശനത്തിന് വെക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. മറ്റു പരിഗണനകളൊന്നും തന്നെ ഉണ്ടാവില്ല. തന്നെയല്ല, അത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുമല്ലോ. എല്ലാ തരത്തിൽപ്പെട്ട ഈ ഇടുക്കിയിലെ ചിലപ്പോൾ 1-2 എഴുത്തുകാർ വളരെ അടയാളപ്പെടുത്തപ്പെട്ടവരൊക്കെ ഒഴിവായി പോയിട്ടുണ്ടാവാം. എന്നാൽ പോലും ഈ പേരുകൾ പരിഗണിച്ചും ഒക്കെ വരുമ്പോൾ കൂട്ടത്തിൽ സംഭവിച്ചതാവാം. എന്നാൽ പോലും അത് കാര്യമാത്ര പ്രസക്തമായ വിവാദങ്ങളോ പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ആരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒത്തിരി സന്തോഷമായി എന്നത് മാത്രമല്ല, ഇടുക്കിക്ക് ഒരു സർഗാത്മക മുഖമുണ്ട് എന്ന് ഇതിലൂടെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. പലപ്പോഴും ഒരു കുടിയേറ്റ മേഖലയായ ഇടുക്കിയുടെ ഭൂമിശാസ്ത്രമൊക്കെ പരിഗണിച്ചും അപ്പോൾ ഈ നമ്മുടെ സാഹിത്യ ഭൂപടത്തിൽ വേണ്ടത്ര അടയാളപ്പെടുത്താൻ കഴിയാത്തവരാണ് ഇടുക്കിയിലെ എഴുത്തുകാർ എന്ന ധാരണയ്ക്ക് ഒരു പരിധി വരെ മാറ്റം വരുത്താൻ കഴിഞ്ഞ ഒരു വലിയ പ്രവർത്തനമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന് കാര്യം സാർ, ഈ നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ കലോത്സവങ്ങളുമായി ഇവിടെ നടത്തിയാലും ചില വിവാദങ്ങൾ വരും. വിവാദങ്ങൾ പലപ്പോഴും ജഡ്ജസുമായി ബന്ധപ്പെട്ട്, ജഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട്, വിലയിരുത്തലുമായി ബന്ധപ്പെട്ടായിരിക്കും പലപ്പോഴും വരിക. ഈ തവണ ഇടുക്കിയിലും വന്നു ആ വിവാദം. പ്രത്യേകിച്ച് ഒരാളുടെ പേര്, അതിപ്പോൾ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, പേരുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് നൃത്ത വിഭാഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് പുറത്തു വന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത് സംഭവിച്ചത്. വിൽസൺ സാർ, എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ? സാറേ, അത് ഞാൻ ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയ, അതിന്റെ ഭാഗമാകാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ വ്യക്തിയുടെ പേര് കേൾക്കുന്നതാണ്. എല്ലാ വർഷവും കേൾക്കും. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ അത് ഓരോരോ സംഘടനകൾ മാറി മാറി പ്രോഗ്രാം ഏറ്റെടുത്തപ്പോഴും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതും ഇതുപോലെ തന്നെ ഒരു ലിസ്റ്റായിട്ട് ചിലപ്പോൾ ടീച്ചർമാർ വരും, നമ്മളെ കാണിക്കും, ഇന്ന കുട്ടിക്കായിരിക്കും കിട്ടാൻ പോവുക, നിങ്ങൾ നോക്കിക്കോ. അതിലപ്പം 1-2 കുട്ടികൾക്ക് ആ പറയുന്നതിൽ കിട്ടുന്നുണ്ടാകും. അപ്പോ ഈ ഇത്രയും വർഷങ്ങളായി ഒരു വ്യക്തിയുടെ പേര് തന്നെ ആവർത്തിച്ച് കേൾക്കുകയും എന്നാൽ അതിന് ഒരു നടപടി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോ അയാൾ നിരപരാധി ആയതുകൊണ്ടായിരിക്കാം, അതല്ല എങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും ഒരു ഇത് വന്നത്. പക്ഷെ പതിവിൽ നിന്ന് വിരുദ്ധമായി പരിപാടി തുടങ്ങുന്നതിന്, കലോത്സവം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇയാളുടെ വോയിസ് ഒക്കെ, സാർ അത് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടതാണ്. അത് പുറത്തു വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും മാതൃകാപരമായി, ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട DD-യും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ആറ്റ്ലി സാറും ചടുലമായി വളരെ വേഗത്തിൽ അതിനൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. കാരണം ഇത് മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം, മത്സരിക്കാൻ വന്നിട്ടുള്ള കുട്ടികളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ എങ്കിലും
ആ തീരുമാനമെടുക്കാനുള്ള ആർജവം അത് മറ്റൊരു ദിവസത്തേക്ക്, അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കുകയും കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത അതേ സമയത്ത് തന്നെ അത് പരിപാടി അവസാനിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരു പ്രോഗ്രാം കൺവീനർ എന്ന നിലയിൽ ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു? പെട്ടെന്നൊരു എന്താ സന്ത്രാസം? ഞെട്ടലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഈ ആരോപണം ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ മേഖലകളെല്ലാം ശ്രദ്ധിക്കാൻ ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. ജഡ്ജസിനെ മാനേജ് ചെയ്യാനായിട്ട്, അക്കോമഡേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടന്ന ഓരോ പ്രശ്നങ്ങൾ. ഇപ്പൊ ഒപ്പനയുടെ വേദിയിൽ പ്രശ്നങ്ങളുണ്ടായി, പോലീസിന്റെ വണ്ടി തടയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ഇപ്പൊ എല്ലാവർക്കും ഈ പ്രൈസ് വേണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി വരുന്ന ഒരു കാലഘട്ടം. അതിന് സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്പിറേഷൻ പലയിടത്തും ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് എന്തുകൂടാ ആയിക്കൂടാ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കുട്ടികളുടെ മനസ്സിൽ. ഒരുപക്ഷെ ജഡ്ജസിനെ അല്ലെ പരിശീലിപ്പിക്കുന്ന ഒരു വാക്ക് കൊടുത്തിട്ട് കാണും, നിങ്ങൾക്ക് പ്രൈസ് മേടിച്ചു തരാം എന്നുള്ളത്. അപ്പൊ അവരെ സമാധാനിപ്പിക്കാനും കൂടെ ഇങ്ങനെ ഇളക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്രമാത്രം ലെവൽ കഴിയുമ്പോഴും കോമ്പറ്റീഷൻ കൂടുതൽ ടൈറ്റ് ആകുമല്ലോ സാർ. കാരണം സെലക്ട് ചെയ്ത കുട്ടികളാണല്ലോ കടന്നു വരുന്നത്. ഉപജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട എ ഗ്രേഡോട് കൂടി തന്നെ മിക്കവാറും പേർ ഒന്നാമതായി എത്തുന്നവരാണ്. അപൂർവം ചില ആളുകൾ ചിലപ്പോൾ അപ്പീലുമായിട്ടൊക്കെ വന്നെടുക്കാം. എന്നാൽ പോലും അവർ വരുമ്പോൾ അവരുടെ ജഡ്ജിങ് എന്ന് പറയുന്നത് ജഡ്ജസിനെ സംബന്ധിച്ചപ്പോൾ പലപ്പോഴും കൺഫ്യൂസാണ്. കാരണം വെച്ചാൽ ഇത്ര വിദഗ്ധരായ ജഡ്ജസ് ആണെങ്കിൽ പോലും ഒന്നിനൊന്ന് മാറ്റുരയ്ക്കുന്ന കുട്ടികളുടെ ഒന്നാമത് അതോ ഇതോ എന്നൊരു കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ആണ് സംഭവിക്കും. പക്ഷേ എന്നാൽ ഞാൻ സാറിനോട് ചോദിക്കട്ടെ, ഏറ്റവും അർഹതയുള്ള കുട്ടി തന്നെ ഒന്നാം സ്ഥാനത്ത് വരേണ്ടതല്ലേ അതിൻ്റെ ധാർമ്മികമായ ശരി? തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ട ഒരു കുട്ടിയെ നിഷേധിക്കാനായിട്ട് ആർക്കും അനുവാദമില്ല. വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. അധ്യാപക സമൂഹം നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതും ഈ മാതൃകകളെയാണ്. നല്ല ആളുകളെ അംഗീകരിക്കപ്പെടുന്നത് സമൂഹത്തിന് സന്തോഷമാണ്. അപ്പൊ ആ നല്ല മാതൃകകൾ ആരെ എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാം ബെസ്റ്റാണ്. അതിലൊരാളെ സെലക്ട് ചെയ്യാൻ ഈ ജഡ്ജസിന് പോലും ഒരു പക്ഷേ കൺഫ്യൂഷൻ വരാം. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു തരികടയും കൂടെ ഉണ്ട് എങ്കിൽ അത് ശിക്ഷാർഹമാണ്. അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യണം. അവരെ ശിക്ഷിച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് തന്നെ അതിന് മാതൃകാപരമായ നടപടി എടുക്കണമെന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ നിലപാട്. വിൽസൺ സാർ, ആരെങ്കിലും ഈ ജഡ്ജിങ്ങിന്റെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലേക്ക് വരികയോ നേരിട്ട് വന്ന് പരാതിപ്പെടുകയോ തള്ളിക്കയറുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മളിങ്ങനെ സംഘടനാപരമായി നിൽക്കുന്നത് കൊണ്ട് ആളുകൾ വരികയും അവരുടെ പരാതി പറയുകയും പിന്നെ ഒരു സംഘാടകരാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരാതികൾ നമ്മളോടല്ലാതെ മറ്റാരോടാണ് പറയുക അവര്. അപ്പൊ അതിന്റെ ക്ഷമയോടുകൂടി കേൾക്കാനും അതിന് അപ്പീല് നമുക്ക് അങ്ങനെ ഒരു അവസരം കൂടെ സർക്കാർ തരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു അവസരം ഉള്ളതുകൊണ്ട് ആ അവസരം പ്രയോജനപ്പെടുത്താൻ അവരെ സഹായിക്കുക എന്നല്ലാതെ നമുക്ക് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ അകത്ത് ഒരു സാഹിത്യത്തോടെ ഏറെ താല്പര്യമുള്ള ആൾ, ഒരു മലയാള അധ്യാപകൻ എന്നൊക്കെ നിലയിൽ ഈ രചനാപരമായ രചനാ മത്സരങ്ങൾ അവിടെ നടന്നല്ലോ. ആ മത്സരങ്ങൾ ഏതെങ്കിലും കാണുവാനിടയായോ? അങ്ങനെ കാരണം അതുകൊണ്ടല്ല, അത് അതിന്റെ സീക്രസി എന്ന് പറയുന്ന സംഭവം. അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഒന്നാം സമ്മാനം കിട്ടിയ അല്ലെങ്കിൽ രണ്ടാം സമ്മാനം കിട്ടിയ കഥയോ കവിതയോ ഉപന്യാസമോ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടില്ല. ചോദിക്കാനുള്ള കാരണം സാറിന്റെ ശ്രദ്ധയിലും പെട്ടുകാണല്ലോ. അത് നമ്മുടെ ശ്രദ്ധയിലല്ല. വാസ്തവത്തിൽ ഒരു രചനയുടെ ഒരു മേഖല CBK ജോർജ് എന്ന് പറയുന്ന ഒരു സാറിനാണ് നമ്മൾ ഡെപ്യൂട്ടി ചെയ്ത് കൊടുത്തിരുന്നത്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യാൻ. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കമന്റ്സ് എല്ലാം സാറിന് കേൾക്കാം. അതായത് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കുട്ടികൾ, ഇടുക്കിയിലെ കുട്ടികൾ രചനാപരമായി മിഴിവുള്ളവരാണോ എന്നറിയാനാണ് ഞാൻ. നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല, ജഡ്ജസ് ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോ അവര് ഇത് വന്ന് അവരൊരു മുറിയിൽ ഇരുന്നാണ് ഇത് വിലയിരുത്തുന്നത്. അപ്പൊ അവര് ചില ഇത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയില്ല നമുക്ക് അവരുടെ ഇതിന്റെ. അപ്പൊ അവര് ഈ ഇടയ്ക്ക് ഇവരിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോ തീർച്ചയായിട്ടും അതിന്റെ ഭാവിയിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് മാത്രമേ ഉള്ളൂ. അതായത് രചനാപരമായി ശേഷിയുള്ള, സർഗാത്മകമായി മിഴിവുള്ള കുട്ടികൾ വളർന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. പലപ്പോഴും ഉപന്യാസ ഈ സബ്ജില്ലകളിലൊക്കെ പോകുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്.
വളരെ മികച്ച കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെയും നമ്മൾ ഇതിനകത്ത് കാണാൻ. മറ്റൊന്നും കൂടി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഇതിനിടയിൽ ഓട്ടത്തിനിടയിൽ ഈ സ്റ്റേജിലെ അരങ്ങിലെ പെർഫോമൻസ് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. എന്താണ് പൊതുവെയുള്ള അഭിപ്രായം? ജില്ലാ കലോത്സവം കഴിയുമ്പോൾ ഇടുക്കി ഇത്തവണ സംസ്ഥാന കലോത്സവത്തിൽ പോയിന്റ് കരസ്ഥമാക്കുമോ? തീർച്ചയായിട്ടും അത് ഏറ്റവും പിന്നിൽ നിന്നുള്ള ഒരു സ്ഥാനം, അത് അതിന്റെ തൊട്ട് മുകളിലേക്കെങ്കിലും എത്തപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് ഈ ഫോക്കസിങ് ആയിട്ട് ഈ കലയെ ഒത്തിരി പണച്ചെലവൊക്കെ ഉണ്ട്, അതിന് ഉള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്കൂളുകൾ കുറവാണ് എന്നുള്ളതാണ്. സ്കൂളായിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും കുമാരമംഗലം സ്കൂള്, കട്ടപ്പന മേഖലയിലുള്ള കുറെ സ്കൂളുകൾ, നല്ല ഇരട്ടയാറും കട്ടപ്പന GHSും ജയറാണി ഉൾപ്പെടെയുള്ള തൊടുപുഴയിലെ മുതലക്കോട് ഉൾപ്പെടെയുള്ള സ്കൂളുകളെല്ലാം ഇതിൻ്റെ അകത്ത് നല്ല പെർഫോമൻസ് നടത്തി നല്ല ഫസ്റ്റ് ഗ്രേഡുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. സൂചിപ്പിച്ച സ്കൂളുകളെല്ലാം തന്നെ എയ്ഡഡ് സ്കൂളുകളാണ്. കല്ലാർ സ്കൂളുണ്ട്, രണ്ടാം സ്ഥാനമായിട്ട് വന്ന കല്ലാർ സ്കൂളുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രംഗത്ത് മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട്, എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികവും ഒരു ഘടകമാണ്, പ്രോത്സാഹനം വേറൊരു ഘടകമായിരിക്കാം. എനിക്ക് തോന്നുന്നു അതിലുപരിയായിട്ടേ നമ്മുടെ ഈ മറ്റ് ടൗൺ മേഖലകളിലേക്ക്, തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശീലനത്തിനുള്ള വേദികളും ആളുകളുടെ അവൈലബിലിറ്റിയും ധാരാളം അപ്പൊ ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു പഠനക്കളരിയാണ് ഇടുക്കി എന്നുള്ള രീതിയിലാണ്. കാരണം അവരിവിടെ വന്നിട്ട് വളരെ നമ്മൾ ഒത്തിരി പൈസയൊന്നും നമുക്ക് കൊടുക്കാനില്ല. അവരിവിടെ വന്നിട്ട് അവര് പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ജില്ലയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചിലപ്പോൾ പോകാൻ പറ്റിയേക്കാം. അങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ആകുന്നു, അവർ പോകുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നല്ല വിദഗ്ധരായിട്ടുള്ള പരിശീലകരെ കിട്ടാനായിട്ട് കുട്ടികൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ കഴിവില്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും. ഇടുക്കിക്ക് അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട്. നമുക്ക് നല്ല വിദഗ്ധമായ പരിശീലനത്തിന്റെ അഭാവം, അതിൻ്റെ പരിമിതി ഒക്കെ നമ്മളെ ബാധിക്കാറുണ്ട്, പലപ്പോഴും ബാധിക്കാറുണ്ട്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. എങ്കിൽ പോലും ഇടുക്കിയിലെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഭാവി ഉണ്ടെന്നാണ് പലരുടെയും പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് സ്കൂളുകൾ പണ്ടത്തെ അപേക്ഷിച്ച് അറ്റ്ലീസ്റ്റ് സാർ അങ്ങൊരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരും കൂടിയാണല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ലല്ലോ, അധ്യാപകരുടെ എണ്ണത്തിൽ, അവരുടെ ഗുണത്തിൽ, ഗുണനിലവാരത്തിൽ, പഠനത്തിൻ്റെ ഗുണനിലവാരത്തിലൊക്കെ പഴയ ഗവൺമെൻറ് സ്കൂളുകളല്ലല്ലോ ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്കൂളുകൾ. ഈ ഭൗതിക സൗകര്യം കൂടിയെങ്കിലും അല്ലെങ്കിൽ വാഹന സൗകര്യം കൂടിയെങ്കിലും അതിൻ്റെ ഒരു അതർ സൈഡുണ്ട്. പ്രീജ ശ്രീധരൻ എന്ന് പറയുന്ന ഒളിമ്പ്യൻ വാസ്തവത്തിൽ എൻ്റെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആളാണ്. പക്ഷേ അവിടെ ബസ്സുകളിലേക്ക് ആളുകൾ മാറിയപ്പോഴേക്കും രാജാക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നടന്നു വരുന്ന ഒരു കായികക്ഷമത എന്ന് പറയുന്നത് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആളുകളെല്ലാം സേഫ് സോണിലേക്ക് മാറുകയാണ്. കുട്ടികളും നല്ല പരിശീലനം കൊടുക്കണമെന്ന് മാതാപിതാക്കൾക്കും അവിടുത്തെ അധ്യാപകർക്കൊക്കെ ആഗ്രഹമുള്ളവരുടെ കുട്ടികൾ നന്നായിട്ട് പെർഫോമൻസിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത്രയും നല്ല ജനസഞ്ചയം അല്ല വിദ്യാർത്ഥി സമൂഹം ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് കഴിവ് തെളിച്ച് കയറി വരുന്നവരെ പരിമിതപ്പെട്ടു പോവുകയാണെന്നുള്ള ഒരു പരിഭവം കൂടിയുണ്ട്. തീർച്ചയായിട്ടും. പൊതുവേ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ പരിപാടികൾ തീർക്കാൻ കഴിഞ്ഞു പോകും വിൽസൺ സാർ? വലിയ താമസങ്ങളില്ലാതെ. എന്നാലും നമുക്കറിയാം രാത്രി ഒരു 11 മണി വരെയാണ് ആകെ ഒരു ദിവസമാണ് പോയത്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഒരു 10 മണി, അവസാന ദിവസമാണെങ്കിൽ ഒരു 9:30 നമ്മള് പരിപാടികൾ അവസാനം. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സമാപനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 9 മണിയോടുകൂടി നമ്മള് തീരുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് മാത്രമാണ് 9:30 തീർന്നത്. 7:30 മെയിൻ സ്റ്റേജ്, ഓപ്പൺ സ്റ്റേജ് തീർന്നിരുന്നു. അവിടെ സംഘനൃത്തവും അതുപോലെ തന്നെ നാടോടി നൃത്തവും മാത്രമായിരുന്നു ആ സ്റ്റേജിലുണ്ടായിരുന്നു. വളരെ കൃത്യമായ ചാർട്ട് ഔട്ടിങ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇടുക്കി എന്നുള്ള ഇടുക്കി എന്നായിരുന്നു ഞങ്ങൾ അതിനെ ലേബൽ ചെയ്തത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് മിടുക്കി എന്നുള്ള ഒരു അർത്ഥം വരുന്നത്, അത് ഒളിപ്പിച്ചു വെച്ച ഒരു അർത്ഥം നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് അതിൽ വന്നത്. കാരണം ആ ചാർട്ട് ഔട്ടിങ്ങിൽ ഒന്നും മാറിയില്ല. എല്ലാവർക്കും സംസാരിച്ച് കറക്റ്റ് ആ സ്റ്റേജിലേയും കൂടെ വന്നു കഴിയുമ്പോൾ അതിന് ഫൈനൽ റിസൾട്ട് വരുന്നു. നമ്മുടെ IT ടീം അത്ര എഫിഷ്യൻ്റ് ആയിരുന്നു.
വളരെ ഇപ്പോൾ ആൽബിൻ സാറിനെ പോലെയുള്ള, ജോസഫ് മാത്യു സാറിനെ പോലെയുള്ള ആളുകൾ, ടിൻഡോമോൻ സാറിനെ പോലെയുള്ള ആളുകൾ എത്രമാത്രം 24/7 അത്രമാത്രം അത്ര പെർഫെക്റ്റ് ആയിരുന്നു. അത് നമ്മുടെ ഒരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാരംഗപ്പയ്യയുടെ നമ്മുടെ കലോത്സവങ്ങളെ വല്ലാതെ സഹായിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഉദ്ഘാടന സമ്മേളനം സമയത്ത് തുടങ്ങാനും സമയത്ത് അവസാനിപ്പിക്കാനും കഴിഞ്ഞു. ഉദ്ഘാടന സമ്മേളനം നമ്മള് തലേ ദിവസം 26-ാം തീയതിയാണ് മന്ത്രിയുടെ അവൈലബിലിറ്റി കൂടി പരിഗണിച്ച്, എന്നാൽ നാടിന്റെ ഒരു ഉത്സവമാകണമെന്നുള്ള ആഗ്രഹത്താല് അത് അന്ന് വെച്ച് അന്ന് രജിസ്ട്രേഷന് 3 മണിയോടുകൂടി രജിസ്ട്രേഷനും നമ്മൾ ആരംഭിച്ചു. എങ്കിലും ഒരു പരിധി വരെ അത് അന്ന് നടന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ രജിസ്ട്രേഷൻ വന്നു. പക്ഷെ ആ രജിസ്ട്രേഷൻ പോലും ഏറെ തടസ്സപ്പെടരുതെന്നുള്ള ഒരു വാശി നമുക്ക് ഉണ്ടായിരുന്നു. അത് കാരണം ഓരോ സ്കൂളിനും ഉള്ള പാർട്ടിസിപ്പന്റ് കാർഡുകൾ സോർട്ട് ചെയ്ത് ഓരോ ബാഗുകളിലാക്കി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്നെത്തിയ ജോസ് കെ സെബാസ്റ്റ്യൻ സാറാണ് അതിന്റെ ചാർജ് ഉള്ളത്. അപ്പൊ അവരെല്ലാം കൂടെ ഒരു ടീം വർക്കായിട്ട് എല്ലാവർക്കും 1/2 മണിക്കൂർ കൊണ്ട് വാസ്തവത്തിൽ ഈ 10:20 പോലും പീരുമേട് സബ് ജില്ലയുടെ കിറ്റ് കൊടുത്ത് 10:30 ആയപ്പോഴത്തേനും മത്സരത്തിന് വന്നു. അത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം. അത്രമാത്രം ആസൂത്രണം ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ. അല്ല, നേരത്തെ പറഞ്ഞതുപോലെ സാറ് ഇത് നമുക്ക് കിട്ടിയ ദിവസങ്ങള് സാറൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 36 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ, ഈ രജിസ്ട്രേഷൻ ആള് വന്നില്ല എങ്കിൽ പോലും ഇത് വിളംബര ജാഥ ഉണ്ടായിരുന്നു. ആ സമീപ പ്രദേശത്തെ സ്കൂളുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉത്സവ ഛായയില് ആയ ഒരു ദിവസമാണ്. കഞ്ഞിക്കുഴിക്ക് ചുറ്റും പള്ളിക്കൂടങ്ങൾ വേറെ ഉണ്ട്, എയ്ഡഡ് സ്കൂളുകൾ വലിയൊരു ജനസഞ്ചയമുണ്ട്. അങ്ങനെ സ്കൂളുകളുടെ ഒരു സമൃദ്ധിയാണ് നമ്മൾ എല്ലാവരും കൂടി. വിളംബരജാഥയൊക്കെ അതിമനോഹരമായിട്ട് അവർ കണ്ടത്. മത്സരാടിസ്ഥാനത്തിലാണ് അവര് ജാഥ നടത്തിയത്. എനിക്ക് തോന്നുന്നു UPS ഫസ്റ്റ് വന്നത് മത്സര തലത്തിലാണ്. സാറ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് കുറ്റിപ്പുറം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ നാടിന് ഒപ്പം ഗ്രാമത്തിന് അതിൻ്റെതായ ഒരു നന്മയുണ്ട്. അവിടെ വെച്ച് നടത്തിയാൽ അതിനൊരു നിഷ്കളങ്കതയുണ്ട്, നിഷ്കളങ്ക സ്വഭാവമുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട് സാർ. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്, സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു റവന്യൂ ജില്ലാ കലോത്സവത്തെക്കുറിച്ച് സംസാരിച്ചതിന് സന്തോഷം. താങ്ക് യു സാർ. കലോത്സവങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പും കലോത്സവങ്ങൾ നടക്കുമ്പോഴും നടന്നു കഴിഞ്ഞും വിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. വിവാദങ്ങൾക്ക് ഒരിക്കലും ഒരു ശമനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ചില പ്രതിഷേധങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. പക്ഷേ അത് സ്വാഭാവികമാണ്. മത്സരിക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അവതരണത്തിലെ മിഴിവാണല്ലോ സമ്മാനത്തിന് അർഹതയായി പരിഗണിക്കപ്പെടുക. തീർച്ചയായിട്ടും എല്ലാവരും അതിനോട് സഹകരിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നന്ദി, നമസ്കാരം.